ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് റിഗാർഡിംഗ്. റിഗാർഡിംഗ് എന്നത് ഒരു പ്രെപ്പോസിഷനാണ്. ഇത് എബൌട്ട് അല്ലെങ്കിൽ റിലേറ്റിംഗ് ടു എന്ന മീനിങ്ങിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച്, അത് സംബന്ധിച്ച് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത് തന്നെ. അപ്പോൾ എബൌട്ട് എന്ന് ഉപയോഗിക്കുന്ന അതേ മീനിങ്ങിൽ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. The teacher talked to the students regarding their homework. ടീച്ചർ കുട്ടികളോട് അവരുടെ ഹോംവർക്കിനെ കുറിച്ച് സംസാരിച്ചു. റിഗാർഡിംഗ് their homework. അവിടെ അതിനെക്കുറിച്ച് എന്നുള്ള മീനിങ് ആണ് വരുന്നത്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച്. വേറൊരു എക്സാമ്പിൾ, he said nothing regarding his lost watch. അവൻ്റെ നഷ്ടപ്പെട്ട വാച്ചിനെ കുറിച്ച്. ലോസ്റ്റ് വാച്ച് മീൻസ് നഷ്ടപ്പെട്ട വാച്ച്. അവൻ്റെ നഷ്ടപ്പെട്ട വാച്ചിനെ കുറിച്ച് അവനൊന്നും സംസാരിച്ചില്ല. റിഗാർഡിംഗ് ഹിസ് ലോസ്റ്റ് വാച്ച്. ഡു യു ഹാവ് എനി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി ആക്സിഡൻറ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? ഇൻഫർമേഷൻ എന്നാൽ വിവരം. എന്തെങ്കിലും വിവരമുണ്ടോ? എന്തിനെക്കുറിച്ച്? റിഗാർഡിംഗ് ദി ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റിനെ കുറിച്ച്. അവിടെയും എബൌട്ട് എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പോൾ റിഗാർഡിംഗ് എന്ന ഒരു പ്രെപ്പോസിഷൻ ഉപയോഗിക്കുന്നത് എബൌട്ട് എന്ന് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഒരു കുഞ്ഞ് ഡിഫറൻസ് ഉണ്ട്. എബൌട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ഇൻഫോർമൽ വേയിലാണ്. അതേസമയം റിഗാർഡിംഗ് ഉപയോഗിക്കുന്നത് ഫോർമൽ വേയിലുമാണ്. ഇപ്പോൾ ഒരു ലെറ്റർ എഴുതണം, നമുക്ക് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ലെറ്റർ എഴുതണം. നമുക്ക് നമ്മുടെ ബോസിനോ അല്ലെങ്കിൽ മാനേജർക്കോ ഒക്കെ കത്തെഴുതണം. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അതൊരു ഒഫീഷ്യൽ ലെറ്ററാണ്, അതൊരു ഫോർമൽ വേയിലുള്ള ലെറ്ററാണ്. അപ്പോൾ അവിടെ റിഗാർഡിംഗ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, റിഗാർഡിംഗ് മൈ വേജസ് ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു റിവ്യൂ ദ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ റിഗാർഡിംഗ് മൈ വേജസ്, വേജസ് പറഞ്ഞാൽ വേതനം, എൻ്റെ വേതനത്തെ സംബന്ധിച്ച് ഒന്നുകൂടി ആ സിറ്റുവേഷൻ ഒന്നുകൂടി റിവ്യൂ ചെയ്യണം, ഒന്നുകൂടി അത് നോക്കണം എന്നാണ്. അപ്പോൾ അതൊരു ഒഫീഷ്യൽ ലെറ്റർ ആയതുകൊണ്ട് റിഗാർഡിംഗ് ദ വേജസ് ആണ് അവിടെ കൂടുതൽ കറക്റ്റായിട്ടുള്ളത്. അതേസമയം മൈ ഫ്രണ്ട് ടോക്ക് ടു മീ എബൌട്ട് ഹിസ് വർക്ക്. എൻ്റെ ഫ്രണ്ട് എന്നോട് സംസാരിച്ചു. എന്തിനെക്കുറിച്ച്? എബൌട്ട് ഹിസ് വർക്ക്. അപ്പോൾ എബൌട്ട് ആണ് ഉപയോഗിച്ചത്. അത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു സംസാരമാണ്. അപ്പോൾ നമുക്ക് എബൌട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എബൌട്ടും റിഗാർഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ?